വെച്ച ടേസ്റ്റ് ഇല്ല. பாரு இதெல்லாம் அட்ஜஸ்ட் செய்ய எப்படிதான் டேஸ்ட் இருக்கும்? இப்படி கோபப்பட்டு சாப்பிட்டா ஃபுட்டுக்கெல்லாம் டேஸ்ட் இருக்காது. அமைதியா சமாதானமா சாப்பிடணும். அப்படிதானே? കനകം, നീ ലച്ചുവിനെ കണ്ടോ? அம்மா அவ அங்கத்தானே இருந்தா. என்னாச்சு? അവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ആ എവിടെങ്കിലും പോയി കാണും. അതല്ലേ സ്വഭാവം. ഒരൊറ്റ അടി ഞാനങ്ങ് വെച്ചേരും കേട്ടാ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം. അല്ല, എന്റെ സംശയോ ഇനി എവള് വല്ലതും പറഞ്ഞതിന്റെ പേരിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കാണൂ. അങ്ങനാണെങ്കി സമാധാനം. വേണ്ടേ, നിന്റെ ചേച്ചിയാണ്. നിന്നെ അവൾക്ക് എന്ത് ഇഷ്ടാന്നറിയാവോ? അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല. என்ன பாரு இது? நீ இப்படி எல்லாம் சொல்லக்கூடாது. அக்கா சொன்னனால தான் உன்னை வெளியில எல்லாம் கழிக்க விடுறாங்க. அது உனக்கு தெரியுதா? ആ അത് തന്നെ. അവിടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാ നീ മാളുവിന്റെ വീട്ടിലും കിച്ചുവിന്റെ വീട്ടിലും അവരുടെ വീട്ടിലും ഇവരുടെ വീട്ടിലും ഒക്കെ കളിക്കാൻ പോന്നെ. എന്റെ സ്വഭാവമായിരുന്നെങ്കിലേ നീ പഠിക്കാണ്ട് ആ പഠിക്ക് വെളിയിലോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. എന്നിട്ട് നീ അവളെ കുറ്റം പറയാ? അവള് കുഴപ്പക്കാരിയാ? എന്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിത് എവിടെ പോയി കിടക്കുന്നു? அம்மா நமக்கு போன்ல கூப்பிட்டு பார்க்கலாம். ആന്റി, എനിക്കൊരു മുട്ട ഓംലെറ്റും കൂടെ. കണ്ടോ, എന്റെ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുലുക്കം ഉണ്ടോ നോക്കിയേ. നിങ്ങളല്ലേ ഞാൻ അവിടെ ചുമ്മാ ഇരുന്നപ്പോ എന്നെ വിളിച്ചോണ്ട് വന്ന് തീറ്റിക്കുന്ന? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതിന് ഭൂമി കുലുക്കൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ഒന്നും ഉണ്ടായില്ല. ഇവിടെ ഇരുന്നോ. ആന്റി, நீ முதல்ல அது சாப்பிடு, அப்புறம் உண்டாக்கி தரேன். ആ, ബെല്ലടിക്കുന്നുണ്ട്. அம்மா இங்க தான் அடிக்குது. അവിടെ ഇരിപ്പുണ്ടോ? வாங்களே. அம்மா இது பாருங்களே, ஒரு லெட்டர். ഓ, എനിക്ക് കണ്ണു പിടിക്കുന്നില്ല. നീ ഒന്ന് വായിച്ചേ. அம்மா இது மலையாளம் அம்மா. ആ, ഞാൻ എന്റെ കണ്ണാടി അവിടെ ഇരിക്കുന്നു. നീ ഇങ്ങോട്ട് എടുത്തേ. இதாம்மா. പ്രിയപ്പെട്ട അമ്മൂമ്മ, കനകാന്റി, പാറു, എല്ലാവരും അറിയാൻ ലച്ചു എന്ന ലക്ഷ്മി എഴുതുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ് എന്ന് എനിക്കറിയാം. പാറുവിൻ്റെ വിലപ്പെട്ട ക്രയോൺസ് എടുത്തതിൻ്റെ പേരിൽ പാറു എന്നെ വഴക്കു പറഞ്ഞു. എൻ്റെ കുഞ്ഞനുജത്തിയെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാവാൻ വേണ്ടിയാണ് ഞാൻ പാറുവിൻ്റെ ക്രയോൺസ് എടുത്തത്. അതിന് എൻ്റെ അനുജത്തി ഇത്രയും കോലാഹലം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും അവഗണന സഹിച്ച് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ പോകുന്നു. കുഴിപ്പളത്തേക്കോ കുടുംബത്തേക്കോ അല്ല, വേദനയില്ലാത്ത എങ്ങോട്ടെങ്കിലും എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ലച്ചു. പാറുമോളോട് സ്നേഹം മാത്രം. യോ, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിതെങ്ങോട്ട് പോയി? அம்மா இந்த கடிதத்துல என்ன எழுதியிருந்தது? வேதனை இல்லாத. எங்க போனா இவா? എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ തല കറങ്ങുന്നു. அம்மா வருத்தப்படாதீங்கம்மா, நம்ம எங்கேயா போய் தேடலாம். എവിടെ പോയി തേടാൻ? அது எனக்கு தெரியாது. எங்கேயாவது போலாம், அவ்வளவுதான். പാറു, ഈ എഴുതി വെച്ചേക്കുന്നൊക്കെ കണ്ടോ നീ? അത് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. പാറു ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് പോയത്? பாரு, நான் அப்பவே சொன்னேன்ல இப்படி எல்லாம் சொல்லக்கூடாதுன்னு அக்காட்ட. ഞാൻ എന്താ പറഞ്ഞു? മോള് ചേച്ചി ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? அம்மா அதெல்லாம் விடுங்க, நம்ம போய் தேடலாம், அவ்வளவுதான்.